എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളും പൊതു സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ ശരീരപുഷ്ടിയും ആരോഗ്യവും ഉള്ളവരായിരിക്കും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യം കാണിക്കും. ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഉണ്ടാകും. ഇടയ്ക്കിടെ അഭിപ്രായം മാറ്റുന്ന സ്വഭാവം ഉണ്ടാകും. പെരുമാറ്റത്തിലും ഈ പ്രത്യേകത പ്രത്യക്ഷപ്പെട്ടേക്കാം. അടുത്ത് ഇടപെടുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചെന്ന് വരില്ല. കാരണം കൂടാതെ ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും. ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടാകും. വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറും. ദുഃഖിക്കുന്നവരോട് സഹതാപവും അവരെ സഹായിക്കുവാനുള്ള സന്നദ്ധതയും ഇവർക്ക് ഉണ്ടാകും. ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർദം നക്ഷത്രക്കാർ മുൻപന്തിയിലായിരിക്കും. ഏർപ്പെടുന്ന മിക്ക പ്രവർത്തനങ്ങളിലും ഇവർ വിജയിക്കും. പക്ഷേ വിഷാദാത്മകമായ ഒരു ഭാവം എപ്പോഴും ഇവർക്കുണ്ടാകും. ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടും. അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, ലേഖകർ എന്നീ നിലകളിൽ വിജയിക്കും. ഇവർ ലളിത ജീവിതം ഇഷ്ടപ്പെടും. ഗണിതശാസ്ത്രത്തിൽ പ്രത്യേകമായ അഭിരുചി ഇവർക്കുണ്ടാകും. ഭാഷാ പഠനത്തിലും പ്രത്യേക താല്പര്യം കാണിക്കും. ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. പക്ഷെ ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവവും ഉണ്ടാകും. ദിനചര്യകൾ പാലിക്കുവാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കുവാനും പഥ്യമാചരിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും അനുഭവപ്പെടും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ കാലത്ത് ഇടയ്ക്കിടെ ആരോഗ്യക്കുറവ്, മനക്ലേശം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 24 വയസ്സിന് ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുമെങ്കിലും 30 വയസ്സിന് ശേഷമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലവും അത്ര ഗുണകരമല്ല. മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. 50 വയസ്സിന് ശേഷം പൊതുവെ സന്തുഷ്ടമായ ജീവിതം നയിക്കും. വിവാഹ ജീവിതത്തിൽ പുണർദം നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കുക, അഭിപ്രായ ഭിന്നത മൂലം അകലുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും പാലിച്ചാൽ പുണർദം നക്ഷത്രക്കാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സന്താന ഗുണം ജീവിത സായാഹ്നത്തിൽ ഒരു വലിയ താങ്ങായി ഇവർക്ക് നിൽക്കും. മധ്യവയസ്സോട് അടുത്ത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വന്തം നാട്ടിൽ നിന്നും അകന്നു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാർ പൊതുവെ ദാനശീലരും സൗമ്യതയുള്ളവരും ആയിരിക്കും. വളരെ ആലോചിച്ച ശേഷമായിരിക്കും ഏത് പ്രവൃത്തികളിലും ഇവർ ഏർപ്പെടുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ. മതപരമായ കാര്യങ്ങളിൽ താല്പര്യം, നിയന്ത്രണശേഷി, നീതിയിലും ധർമ്മത്തിലും താല്പര്യം, വിഷാദാത്മകത്വം, സത്യാന്വേഷണം, വിജ്ഞാന സമ്പാദനം, പല വിഷയങ്ങളിൽ താല്പര്യം തുടങ്ങിയവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. പുണർദം നക്ഷത്രം മിഥുനക്കൂറുകാരിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, ചിന്താശേഷി തുടങ്ങിയവ മുന്നിട്ട് നിൽക്കും. കർക്കിടകക്കൂറുകാരിൽ കൽപ്പനാ സ്വഭാവവും മുന്നിട്ട് നിൽക്കും. പുണർദം നക്ഷത്രക്കാർ അംഗീകാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമായി നിരന്തരം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇവരുടെ ദാമ്പത്യം ചിലപ്പോൾ ദുരിതപ്രദം ആകാറുണ്ട്. സ്ത്രീകൾ കലക സ്വഭാവം പ്രകടിപ്പിക്കുന്നതും കാണാറുണ്ട്. എങ്കിലും ഇവർ ഭർതൃസ്നേഹമുള്ളവരായിരിക്കും. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രാടം, ആയില്യം, പൂരം, അത്തം എന്നിവയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ
ബിസിനസ് പാർട്ട്ണർഷിപ്പോ വിവാഹ ബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഈ 3 ദശാകാലം ഇവർക്ക് ദോഷകരമായിരിക്കും. അപ്പോൾ അതിനാൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ഈ കാലത്ത് അനുഷ്ഠിക്കേണ്ടതാണ്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുന്നത് ഉത്തമമാണ്. പുണർദവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക. ഈ ദിവസങ്ങളിൽ വിഷ്ണുപൂജ നടത്തുന്നതും ഫലപ്രദമാണ്. ഇവർ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. ഇവരുടെ അനുകൂല നിറങ്ങൾ മഞ്ഞയും ക്രീം നിറവുമാണ്. ഇതാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങൾ. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ജ്യോതിഷ ആചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.